ഋതുചര്യ. ഋതുചര്യ എന്നാൽ ഓരോ ഋതുവിലും ആചരിക്കേണ്ട ജീവിതക്രമമാണ് ഋതുചര്യ. കാലാവസ്ഥ മാറ്റമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ദോഷങ്ങൾ, അതായത് വാതം, പിത്തം, കഫം മുതലായവയുടെ സ്വാഭാവികമായ വ്യതിയാനം സംഭവിക്കുന്നു. ഈ വ്യതിയാനത്തെ മറികടന്ന് ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും വേണ്ടി ആഹാരം, ജീവിതശൈലി എന്നിവ ശരിയായ രീതിയിൽ തന്നെ പാലിക്കണം. 6 ഋതുക്കളാണ് നമുക്കുള്ളത്. ഹേമന്തം, ശിശിരം, വസന്തം, ഗ്രീഷ്മം, ശരത്. ഓരോ ഋതുവിലും 2 മാസം വീതമാണുള്ളത്. ഹേമന്തം ഡിസംബർ, ജനുവരി. ഈ കാലത്ത് ശൈത്യം കൂടുതലായിരിക്കും. ശരീരത്തിന്റെ ജീർണാഗ്നി ശക്തമായിരിക്കും. അതിനാൽ പോഷകസമൃദ്ധമായ കട്ടിയുള്ള ഭക്ഷണം, പാല്, നെയ്യ്, മാംസരസം, തേൻ എന്നിവ നമുക്ക് കഴിക്കാം. അടുത്ത ഋതുവാണ് ശിശിരം, ജനുവരി, മാർച്ച്. തണുപ്പ് കൂടുതലായിരിക്കും. വാതദോഷം ക്രമേണ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ ഋതു. അതിനാൽ ഗോതമ്പ്, അരി, പാല്, നെയ്യ്, കട്ടിയുള്ള വിഭവങ്ങൾ സേവിക്കാം. നമ്മുടെ ശരീരത്തിന് ബലം ഉള്ള ഒരു ഋതു ആയതിനാൽ വ്യായാമം നമുക്ക് ശക്തമായി തന്നെ ചെയ്യാം. അടുത്ത ഋതു വസന്തം, മാർച്ച്, മെയ്. ഈ കാലത്ത് കഫദോഷം കൂടുതലായി വർദ്ധിക്കും. ശരീരത്തിൽ അലസത, ഭാരതം ഉണ്ടാകാം. ലഘുവായ ഭക്ഷണം, യവം, പയർവർഗ്ഗങ്ങൾ, ചൂടുവെള്ളം, തേൻ എന്നിവ ഈ ഋതുവിൽ ഉചിതമാണ്. അടുത്ത ഋതുവാണ് ഗ്രീഷ്മം, മെയ്, ജൂലൈ. ഈ ഋതുവിൽ വെയിൽ ശക്തമായിരിക്കും. ശരീരത്തിന്റെ സ്നിഗ്ധാംശത കുറഞ്ഞിരിക്കും. അതിനാൽ നമ്മുടെ ശരീരബലവും കുറവായിരിക്കും. തണുപ്പിക്കുന്ന ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പാൽ, മധുരരസം കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് സേവിക്കാം. ഗ്രീഷ്മ ഋതുവിൽ പകൽ വിശ്രമം പരാമർശിക്കുന്നുണ്ട്. കാരണം രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ബലവും കുറവായിരിക്കും. വർഷം ജൂലൈ, സെപ്റ്റംബർ. മഴക്കാലമായതിനാൽ ഈ ഋതുവിൽ നമ്മുടെ അഗ്നി ക്ഷയിച്ചിരിക്കുന്നു. അതിനാൽ ലഘുവും ചൂടുള്ളതുമായ ഭക്ഷണം, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, തേൻ, ഉഷ്ണജലം എന്നിവ സേവിക്കാം. ശുദ്ധജലം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഋതുവാണ് ശരത്, സെപ്റ്റംബർ, നവംബർ. ചൂടും ഈർപ്പവും കൂടിയ സമയം. പിത്തദോഷം കൂടുതലായിരിക്കും. അതിനാൽ തണുപ്പിക്കുന്ന ഭക്ഷണം, അരി, പാല്, ചന്ദനജലം എന്നിവ നമുക്ക് ഉപയോഗിക്കാം. താങ്ക് യു.